എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. കാനേഡിയൻ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്ന ഒരു വലിയൊരു ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞു കഥയിലൂടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരിക്കൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം 2 മരം നട്ടു, ഒരു ആൽമരവും ഒരു മുളയൻ്റെ തണ്ടും. എല്ലാ ദിവസവും പോയി അതിന് വളമിടും, വെള്ളമൊഴിക്കും, കാത്തിരുന്ന് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ അദ്ദേഹം നോക്കുമായിരുന്നു. തുടക്കം ഭയങ്കര പാടായിരുന്നു. വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ വേറെ മൃഗങ്ങൾ വന്ന് അതിൻ്റെ ചോട് മാന്തി കളയും. ആ വളമിട്ടിട്ടും വെള്ളം ഒഴിച്ചിട്ടും അതിന് വളർച്ച വരുന്നില്ല. വളരെയേറെ പ്രയാസങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സ്ലോലി ബട്ട് ഗ്രാജുവലി ആ മരം വളർന്നു. ഇത് കർഷകൻ്റെ പെർസ്പെക്റ്റീവ്. അതേസമയം ആ ആൽമരം നോക്കിയപ്പോൾ ആൽമരത്തിൻ്റെ വേര് നന്നായിട്ട് ഉറയ്ക്കുന്നുണ്ടായിരുന്നു, നന്നായി വളരുന്നുണ്ടായിരുന്നു, തണ്ടുകൾ പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു. അതേസമയം ആ മുളന്തണ്ട് നോക്കിയപ്പോഴോ കുഞ്ഞു നാമ്പുകളാണ് വരുന്നത്, സമയം എടുക്കുന്നുണ്ട്. ആൽമരം വല്ലാണ്ട് വളർന്ന് സെറ്റിലായി, വേരെല്ലാം ഇറങ്ങിയിട്ടും ആ മുളം കമ്പിന് വളരാൻ പറ്റുന്നില്ല. പക്ഷേ സ്ലോലി ബട്ട് ഗ്രാജുവലി അത് വളർന്നുകൊണ്ടേയിരുന്നു. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ കാനേഡിയൻ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും തോന്നുന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി വന്ന് വർക്ക് പെർമിറ്റ് കയറി, പക്ഷേ ഗ്രാജുവലി ബട്ട് സ്ലോലി ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ റൂൾസും റെഗുലേഷൻസും ഇമിഗ്രേഷൻ ലോസും ഭയങ്കര ടൈറ്ററായിട്ടുണ്ട്. ഞാൻ വന്ന സമയത്തേക്കാളും വളരെയേറെ ടൈറ്ററായിട്ടുണ്ട്. പലർക്കും കൺസേൺ ആണ്, ഇവിടെ ഇപ്പം PR ആയിട്ട് നിൽക്കാൻ പറ്റുമോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകാൻ പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ കൺസേൺ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഒരു കാലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു കാനഡ എത്തുക എന്നത്. കാനഡ എത്തി, കുറേ കാര്യങ്ങൾ ചെയ്തു, വർക്ക് ചെയ്തു. പക്ഷേ ആ എക്സ്പീരിയൻസസ്, അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാം ഇറ്റ്സ് ഗോയിങ് ടു ബി യൂസ്ഫുൾ വൺ വേ ഓർ ദ അതർ. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചേട്ടൻ എന്താ ഈ തള്ളുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ഡോണ്ട് ഹാവ് ദ ആൻസർ ഫോർ യു, ബട്ട് യു വിൽ ലേൺ സംഹൗ. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡൗട്ട്സ്, കുറേ എക്സ്പീരിയൻസസ് അതെല്ലാം ഷെയർ ചെയ്ത് മേ ബി ഐ മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് യു വെയിൽ യു ആർ അപ്ലൈയിങ് ഫോർ ദ PR. എനിക്കതിനൊരു ഇപ്പം ട്യൂട്ടോറിയൽ എടുക്കാനാണെങ്കിൽ ഐ ക്യാൻ ട്രൈ ടു ഡു ദാറ്റ്. പക്ഷേ അതിലപ്പുറം എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വാട്ട് യു ക്യാൻ ഡു ടു സെക്യൂർ യുവർ PR. ഇപ്പോൾ PR-ൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആദ്യമേ പറയാം. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ 2020 ഒരു ഡിസംബറിൽ ഇങ്ങോട്ട് വന്നു. നല്ല അടിപൊളി സ്നോയിൻ്റെ സമയത്ത് വന്നു. നാട്ടിലെ ചൂടും നല്ല കാലാവസ്ഥ ആഘോഷിച്ചിരുന്നിടത്ത് നിന്ന് വളരെ തണുത്തൊരു കാലാവസ്ഥയിലോട്ട് വന്നപ്പോൾ ഒരു സൂര്യപ്രകാശം എന്ന് പറയുന്ന സാധനം കാണാണ്ടായപ്പോൾ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അന്നേരം ആ വരവും അത്ര എളുപ്പമായിരുന്നിട്ടില്ല. 2020 അവസാനത്തോടെയാണ് എനിക്ക് വരാൻ പറ്റിയത്. അന്ന് ആ കോവിഡ് വന്നു. അതുകൊണ്ട് വിസ എല്ലാം ഹോൾഡ് വെച്ചു, ട്രാവൽ റെഗുലേഷൻസ് വന്നു, ഈ കഷ്ടപ്പാട് എല്ലാം വളരെ രീതി വന്നിട്ടാണെങ്കിലോ പാർട്ട് ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കിട്ടാനില്ലായിരുന്നു. വി സ്ട്രഗിൾഡ് എ ബിറ്റ് ഫോർ സം ടൈം. എല്ലാവരും അങ്ങനെയായിരുന്നു, എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് കാലം ഇവിടെ കഷ്ടപ്പെട്ടു, പിന്നെ പഠിച്ചു. ഒരു 2 വർഷത്തെ കോഴ്സ് തീർത്ത് 2022 ഏപ്രിലിൽ ഗ്രാജുവേറ്റ് ചെയ്തു. എൻ്റെ ഭാഗ്യം കൊണ്ടോ എൻ്റെ കാരണവന്മാരുടെ പ്രാർത്ഥന കൊണ്ടോ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ജോലിയും കിട്ടി. അതിനെ ബേസ് ചെയ്ത് 1 ഇയർ അവിടെ വർക്ക് ചെയ്ത് എക്സാക്ട്ലി 1 ഇയർ ആയപ്പോൾ ഞാൻ കാത്തിരുന്നു എന്നാണ് 1 ഇയർ എക്സാക്ട്ലി കംപ്ലീറ്റ് ആകുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോയി എംപ്ലോയ്മെൻറ്റ് ലെറ്റർ മേടിച്ച് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എക്സാക്ട് ടൈം ലൈന് ഞാൻ PR-ൻ്റെ പ്രോസസ്സ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2022 ജോലിക്ക് കയറി. 23 മാർച്ച് ആയപ്പോഴത്തേക്കും ഞാൻ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പം എൻ്റെ കേസിൽ ഞാൻ സ്കിൽഡ് ട്രേഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എക്സ്പ്രസ് എൻട്രിയിൽ സ്കിൽഡ് ട്രേഡ്സിൽ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്നതിന് ഇങ്ങോട്ട് നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഇങ്ങോട്ട് ഗവൺമെൻറ് നോട്ടീസ് അയക്കും, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ, നിങ്ങളുടെ സ്കില്ല് ഡിമാൻഡ് ലിസ്റ്റിലാണ്, വി വുഡ് ലൈക്ക് ടു സ്പോൺസർ യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. ആ നോട്ടീസ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയ സമയം തന്നെ അധികം വൈകിയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് സബ്മിഷൻസ് എല്ലാം ചെയ്യണം. ഏകദേശം 60 ദിവസമായിരുന്നു അന്നത്തെ ആ ട്രേഡ്. പല ബ്രാഞ്ചസ് ഉണ്ട്, പല കാറ്റഗറീസ് ഉണ്ട്, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പറയുന്ന അന്നത്തെ ടൈം ലൈനാണ്. അന്ന് 60 ഡേയ്സിനുള്ളിൽ എനിക്കെല്ലാം സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഞാനിത് എക്സാക്ട്ലി 60 ഡേയ്സിന് മുന്നേ ആദ്യമേ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ പോയിട്ട് കൺഫേം ചെയ്തു.
ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ദാറ്റ് നോമിനേഷൻ, എനിക്കത് കിട്ടുന്നതിന് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ആ നോമിനേഷൻ അത് ജസ്റ്റ് എന്നാ പറയുക ലൈക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ഒരു പോർട്ടലുണ്ട്, PNPൻ്റെ തന്നെ ഒരു പോർട്ടൽ, ഒണ്ടാറിയോ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് ഒരു പോർട്ടലുണ്ട്. അതിൽ ചെന്ന് അക്കൗണ്ട് ഉണ്ടാക്കി ഓരോ ഡീറ്റെയിൽസ്, കുറേ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു, കുറേ അന്വേഷിച്ചു, കുറേ തപ്പി, അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തു. അന്ന് ഇമിഗ്രേഷൻ ലോയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ബട്ട് എന്തോ കാരണം കൊണ്ട് എനിക്കന്ന് ലോയേഴ്സിനെ ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ ഫോർ മീ അന്നത്തെ സമയത്ത്. ആ ഒരു സിറ്റുവേഷനിലായിരുന്നപ്പം ഐ ഡിഡൻറ്റ് തിങ്ക് ഓഫ് എന്നാ പറയുക, ഈ PR കിട്ടിയിട്ടേ പോകുമെന്ന് എനിക്കൊരു നിർബന്ധം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. കിട്ടുവാണെങ്കിൽ നല്ലത്, കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്നും ഉണ്ട്, ആഗ്രഹമുണ്ട്, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ സിറ്റുവേഷൻ അതായിരുന്നു, ഒരു ലോയറിനെ ഹയർ ചെയ്യാനുള്ള അന്നേരത്തെ സിറ്റുവേഷൻ പറ്റിയില്ല. അന്നേരം തന്നെത്താനെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ഉള്ള വെബ്സൈറ്റ് എല്ലാം കയറി, ഉള്ള യൂട്യൂബ് എല്ലാം കയറി, എല്ലാ ഫോറത്തിലും പോയി. ഇപ്പം അറിയാവുന്ന ചേട്ടന്മാർ കുറേ പേരുണ്ട്, എല്ലാവരെയും വിളിച്ചു. ഇങ്ങനെ രാവിലെ വൈകുന്നേരം വരെ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഫോം വിളിക്കുക, എങ്ങനെയാണ് ചേട്ടാ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് പലരെയും വിളിച്ചു. ഓരോ ഫോറമിൽ തപ്പി, കുറേ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അന്നേരം റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ദൈവാനുഗ്രഹത്തിന് 60 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പം ഈ പറഞ്ഞില്ലേ, എല്ലാം പെട്ടെന്ന് അങ്ങ് നന്നായി അങ്ങ് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വേണ്ട. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് നാട്ടിലോട്ട് പോകേണ്ട ആവശ്യം വന്നു. ഡ്യൂ ടു സം ഫാമിലി എമർജൻസി എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടി വന്നു. അന്നേരം ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ PNPക്ക് പ്രശ്നമാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലരും വിളിച്ചു ചോദിച്ചു, പലരോട് സംസാരിച്ചു, പക്ഷേ ആർക്കും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല എന്താ പറ്റുക. ഈ PNP പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ഫയൽ പോവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ പ്രയോറിറ്റി, മൈ ഫാമിലി ഈസ് മൈ പ്രയോറിറ്റി ഓവർ എവറിത്തിങ്. ഇപ്പം നാളെ എൻ്റെ ഫാമിലി എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ദർ, അത്രേ ഉള്ളൂ. ഇപ്പം PR ആണേലും എന്താണേലും അത്യാവശ്യം ഒരു ഫാമിലി എമർജൻസി വന്നു, ഐ വെൻ ടു ഇന്ത്യ. ഞാൻ പോകുന്നതിന് മുമ്പ് ഇത്രേ ചെയ്തുള്ളൂ. ഞാൻ IRCCക്ക് അല്ല പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിൻ്റെ മറ്റേ ഒരു മെയിൽ ID ഉണ്ട്, അതിലോട്ട് ഒരു മെയിൽ അയച്ചിട്ട് ഞാൻ നാട്ടിലോട്ട് പോയി, എനിക്കിങ്ങനെ പോകണം, എൻ്റെ ഫാമിലിയിൽ ഒരു എമർജൻസി ഉണ്ട്, ഐ ഹാവ് ടു ലീവ് റൈറ്റ് നൗ എന്ന് പറഞ്ഞ് 1 ദിവസം അല്ല 2 ദിവസത്തിനുള്ളിൽ അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ നേരെ നാട്ടിലോട്ട് പോയി. അങ്ങനെ PNP അവിടെ പ്രോസസ്സിങ്ങിൽ ഇങ്ങനെ സ്റ്റക്കായി. ഒരു സാധാരണ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വന്നിട്ട് എനിക്കൊരു മാസം 1.5 മാസം ഡിലേ ആയിട്ടാണ് വന്നത്. 7 മാസത്തോളം അങ്ങനെ എന്തോ ഡിലേ ആയിട്ട് ഡിസംബർ ആയപ്പോഴത്തേക്കും എൻ്റെ PNP അപ്രൂവ് ആയി കിട്ടി. PNP അപ്രൂവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ നമ്മുടെ ഈ പോയിന്റ് കയറും. 600 പോയിന്റ് നമുക്ക് PNP ബേസിൽ കയറും. ഈ 600 പോയിന്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് ഗവൺമെൻറ് പറഞ്ഞു, ഐ ആം റെഡി ടു അക്സെപ്റ്റ് ദ ഇൻവിറ്റേഷൻ, ഈ PNP എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ PNP അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ITA എന്ന് പറഞ്ഞ ഇൻവിറ്റേഷൻ ടു അപ്ലൈ അങ്ങനെ ഒരു സംഭവം വരും നമ്മളോട്. ഗവൺമെൻറ് PNP കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചടങ്ങാണ്. എക്സ്പ്രസ് എൻട്രീൻ്റെ അകത്ത് ആദ്യമേ PNPൻ്റെ സബ്മിഷൻ, അത് കഴിഞ്ഞിട്ട് ഫെഡറലിൻ്റെ ഒരു സബ്മിഷനുണ്ട്. അന്നേരം ഞാൻ അതും അതേപോലെ തന്നെ ഓക്കെ ഐ ആം റെഡി, എനിക്ക് അപ്ലൈ ചെയ്യണം, നോമിനേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, 600 പോയിന്റ് അക്കൗണ്ടിൽ കയറി, എക്സ്പ്രസ് എൻട്രിയിലും കയറി. അന്നേരം എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അന്നേരം അതിലൂടെ അങ്ങനെ ആ പ്രോസസ്സിൽ ഡോക്യുമെൻറ്റ്സ് അതിന് എന്തോ ഇതേപോലെ തന്നെയായിരുന്നു, ചെറിയൊരു ടൈം ലൈൻ ഉണ്ട്, അതിനുള്ളിലെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ തന്നെ പോലീസ് ക്ലിയറൻസും വേണമായിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു, ഒരു 2 മാസമോ 3 മാസം കണ്ട് നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവിടെ തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി പോലീസ് ക്ലിയറൻസിന് ഇവിടുത്തെ നമ്മുടെ BLS ഇന്ത്യൻ്റെ BLSൽ പോയിട്ട് അപ്ലൈ ചെയ്തു. BLSൽ അപ്ലൈ ചെയ്ത് ഈ പോലീസ് ക്ലിയറൻസ് ഞാൻ മേടിച്ചു. 1 മാസത്തിനുള്ളിൽ അത് കിട്ടി കറക്റ്റ് ഡിസംബർ ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് ഇൻവിറ്റേഷൻ വന്നത്. അന്നേരം ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ട്, എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തു. 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ 3 പേരൂടെ അതങ്ങ് സബ്മിറ്റ് ചെയ്തു. പിന്നെ ഇറ്റ്സ് ലൈക്ക് എ വെയിറ്റിംഗ് ഗെയിം. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കുറേ നാൾ കാത്തിരുന്നിട്ടാണ് ആ സാധനം ഏറെക്കുറെ ആയത്. അങ്ങനെ PNPൻ്റെ കാര്യങ്ങളാണേലും ഓരോ സാധനങ്ങളാണേലും ഞാനിങ്ങനെ കുറേ കാലത്തെ കഷ്ടപ്പാടിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വെയിറ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖമുള്ള പരിപാടിയല്ല. കിട്ടുമോ ഇല്ലയോ, അതോ തിരിച്ച് നാട്ടിൽ പോകണോ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. നമ്മളിവിടുന്ന് ഇങ്ങനെ കിടന്ന് കാനഡ കഷ്ടപ്പാടാണ്, മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് വരുത്തുന്ന ഇമ്പാക്റ്റ് നമുക്ക് മാത്രമല്ല, നാട്ടിലിരുന്ന് കേൾക്കുന്നവരും കേൾക്കണം. പക്ഷേ ഉള്ള റിയാലിറ്റി എന്താണോ അത് അതേപടി പറയുവാണെങ്കിൽ പറയേണ്ടതാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല. ഇവിടെ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് പലരെയും അറിയാവുന്നവർ തന്നെയായിരിക്കും. ഇങ്ങനെ കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും അറിയണം. ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ്
എല്ലാവരും വരുന്നതെന്ന് അറിയണം. അന്നേരം അങ്ങനെ ആ ഡിസംബറിൽ വെച്ചു. അതിനുശേഷം ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മാർച്ച് ആയപ്പോഴത്തേക്കും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഏറെക്കുറെ എല്ലാം അക്സെപ്റ്റഡ് ആയി, കുഴപ്പമില്ല എന്നും പറഞ്ഞ് എനിക്ക് എക്സ്പ്രസ് എൻട്രീൻ്റെ ഇതിൻ്റെ അകത്ത് COPR വന്നു. COPR എന്ന് വെച്ചാൽ ഏകദേശം PR കൺഫേം ആയി എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം പെർമനൻറ്റ് റെസിഡൻസി കാർഡ് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു 3 മാസമോ അങ്ങനെ ഒരു ടൈമും കൂടി എടുത്തു. അപ്പോൾ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലാക്കി, അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നാട്ടിലത്തെ എത്രയും പെട്ടെന്ന് ആഡ് ചെയ്തു. IELTSൻ്റെ ടെസ്റ്റ് അന്ന് ഞങ്ങൾ വന്ന സമയത്ത് പലർക്കും മറ്റേ TR2 PR അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പിറ്റത്തെ കൊല്ലമാണ് അല്ലെ ഒരു 2 കൊല്ലം കഴിഞ്ഞൊന്നും ഞങ്ങൾ കൺസിഡർ ചെയ്തില്ല. ഞങ്ങൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണോ അതെല്ലാം കൂടെ എന്ന നിലയിൽ അങ്ങ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം അതിന് IELTS എഴുതി വെച്ചു. ഇനി വരുവാണെങ്കിൽ അന്നേരം കൊടുക്കാം. ഏത് രീതിയിലാണേലും PR കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അവരിങ്ങനെ പ്രൊവിൻസ് വിട്ടു. അവിടെ ചെന്ന് വേറെ പ്രൊവിൻസിൽ ചെന്ന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. ഇങ്ങനെ എല്ലാ വഴിയും എല്ലാ പോസിബിലിറ്റീസും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇപ്പം ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഒരു സീരീസ് ഓഫ് വീഡിയോസ് കാണും. അതെപ്പം എങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇനി സമയം കിട്ടുമ്പോഴെല്ലാം ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് എക്സ്പ്രസ് എൻട്രീൻ്റെ അകത്തും PRൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒണ്ടാറിയോ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിൻ്റെ അകത്താണെങ്കിൽ വെസ്സിനെ ഓതറൈസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ചെറിയ പരിപാടിയുണ്ട്. ആ സാധനം പലരും ചെയ്യാതിരുന്നുകൊണ്ട് അറിയത്തില്ലാത്തവർ ചെയ്തിട്ട് റിജക്ഷൻ വന്ന കേസുകളുണ്ട്. അങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതേപോലെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. പെർമനൻറ്റ് റെസിഡൻസി ഈസ് നോട്ട് എവറിത്തിങ്. എന്ന് വെച്ചാൽ PR കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നതല്ല. ഈ PR കിട്ടിക്കഴിഞ്ഞ ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ PR എല്ലാം ആയി, എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു. എടാ, ഇപ്പം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു ധൈര്യം മനസ്സിലുണ്ട്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമില്ല. എന്താ പറയുക, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട ജോലി വേണമെങ്കിൽ ജോലി നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വേണ്ട ഫാമിലി അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും ഒരു സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുടുംബം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. PR ഉണ്ടായെന്ന് വെച്ച് ഇപ്പം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സ്റ്റേബിളാണ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രാച്ച് തൊട്ട് തുടങ്ങണം. സോ ഓൾ ഐ എം സെയിങ് ഈസ് ദാറ്റ് ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഗൈസ്. ഞാൻ പറ്റുന്ന പോലെ ചെറിയ ഷോർട്സ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ചെറിയ കാര്യങ്ങളായിട്ട് ചെറിയ ഷോർട്സ് ആയിട്ട് PCC അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാൻ നോക്കാം, ടോപ്പിക്സ് എല്ലാം കൂടെ. അതുകൊണ്ട് ആരും എന്താ പറയുക, ഡോണ്ട് ബി സ്ട്രെസ്ഡ്. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ഈസി ടു ഗെറ്റ് ദ PR, ബട്ട് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. നമുക്ക് ഈ PR മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി മാത്രം ഏത് പട്ടിപ്പണിയും ചെയ്ത് ഏത് തരത്തിലും എങ്ങനെയും എന്തേലും നമുക്ക് രക്ഷപ്പെടാം എന്ന നിലയിലല്ലാണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട്. അത് എപ്പോഴാണ് എങ്ങനെയാണ് തെളിയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിലാണേലും ആ ആൽമരത്തിൻ്റെയും മുളേൻ്റെയും ജീവിതം പോലെ തന്നെയാണ്. ചിലപ്പോൾ എളുപ്പമാകും, ചിലപ്പം പാടായിരിക്കും, പക്ഷേ എല്ലാ അവസാനം അത് നല്ലതിലോട്ട് പരിണമിക്കും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സോ വിഷിങ് യു ഗൈസ് ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാം. ട്രൈ ടു കീപ് ദ കമൻറ്റ്സ് പോസിറ്റീവ്. ഇതിന് കുറേ ബാക്ക്ലാഷ് വരുമെന്ന് എനിക്കറിയാം, പക്ഷേ ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു ഗൈസ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഐ എം നോട്ട് എ RCIC ഏജൻറ്റ് ഓർ ഇമിഗ്രേഷൻ ലോയർ ഓർ എനിത്തിങ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷെയർ മൈ എക്സ്പീരിയൻസസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് Abhin Archives. Please do subscribe, like and share if you feel this is worth watching. Thank you. Bye.